ഹലോ ഗായ്സ്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനിപ്പോൾ നിൽക്കുന്നത് വലിയ ഒരു കൊടുങ്കാട്ടിലാണ് ഗായ്സ്. കൊടുങ്കാട്ടിലാണ്. ഈ കാട്ടിൽ വന്ന ഒരുപാട് കുരങ്ങുകൾ കാണാം. വാനമ്പാടി അല്ലല്ലോ, വേഴാമ്പലിനെ കാണാം ഗായ്സ്. ഒരുപാട് മലയണ്ണാനെ കാണാം, കടുവയെ കാണാം, മയിലിനെ കാണാം, വേണമെങ്കിൽ സിംഹം വരെ ഇതിനകത്ത് കാണും ഗായ്സ്. ഗായ്സ്, ഈ ഇടയ്ക്ക് കാട്ടിൽ നിന്ന് ഒരു മാമൻ വലിയൊരു പെരുമ്പാമ്പിനെ പിടികൂടിയായിരുന്നു ഗായ്സ്. അത് നമ്മുടെ നാട്ടിലുള്ള ന്യൂസ് ചാനലിലും പത്രത്തിലും ഒക്കെ വന്നായിരുന്നു ആ വാർത്ത. ഇനി ഏത് ജീവനത്തുള്ളത്? ഇനി ജീവിയുള്ളത് കടുവ. ഗായ്സ്, നിങ്ങൾ ആ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ ഗായ്സ്? അത് കടുവയുടെ ശബ്ദമാണ് ഗായ്സ്. നിങ്ങൾ കേൾക്കുന്ന കടുവയുടെ ശബ്ദമാണ്. ഇനി ഇവിടെ കൂടുതൽ നേരം നിന്നാൽ ശരിയാവില്ല. ഞാൻ അതുകൊണ്ട് പോവുകയാണ്. അല്ല, കടുവ പനി പിടിച്ച കടുവയാണ് തോന്നുന്നത്. മയിലിന്റെ ശബ്ദമാണ്. കാട്ടിൽ നിന്ന് വരുന്നയാ. ആന വരികയും പോവുകയും ചെയ്യുന്ന വഴിയാണ് ഗൈസ്. ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റും. കേൾക്കുന്നുണ്ടോ? ഏതോ ഒറ്റയാന ഇളകി വരുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്നതാണ് ഇഞ്ച. കുഞ്ഞു പിള്ളേരെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഞാനൊക്കെ ഇത് തേച്ച് കുളിച്ചാണ് എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഗൈസ്. എൻ്റെ ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഈ ഇഞ്ച വെച്ച് തേച്ച് കുളിച്ചത് കൊണ്ടാണ് ഗൈസ്.